ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. രണ്ടാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് എമിലി ഡെർഗിമിനെ കുറിച്ചാണ്. 1858 1917 കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ സാമൂഹിക നരവംശാസ്ത്രകാരനാണ് എമിലി ഡെർഗിം. അദ്ദേഹം സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യശാസ്ത്ര ചിന്തയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതിന് കാര്യമായ സംഭാവനകൾ നൽകിയ സാമൂഹ്യശാസ്ത്രകാരനാണ് എമിലി ഡെർഗിം. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സമൂഹമാണെന്നും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു അസ്തിത്വം വ്യക്തിക്ക് ഇല്ല എന്നും എമിലി ഡെർഗിം അഭിപ്രായപ്പെടുന്നു. നല്ല വ്യക്തി ഗുണങ്ങൾ വളർത്തിയെടുക്കേണ്ടതിനാൽ ഒരു സമൂഹം മുഴുവനായും ധാർമ്മിക പുരോഗതി കൈവരിക്കേണ്ടത് ആവശ്യമാണ് എന്ന അഭിപ്രായമാണ് എമിലി ഡെർഗിമിന് ഉണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും മുഴുകിക്കഴിഞ്ഞിരുന്ന എമിലി ഡെർഗിമിന് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിൻ്റെ ആവശ്യകത തികച്ചും ബോധ്യപ്പെട്ടിരുന്നു. കോംതെയുടെ വാസ്തവികതാവാദം നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു അദ്ദേഹത്തിൽ. മനുഷ്യ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സമൂഹത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചുള്ള കോംതെയുടെ നിഗമനങ്ങളെയും ഡെർഗിം പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു. എമിലി ഡെർഗിമിൻ്റെ സമൂഹശാസ്ത്രപരമായ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട കൃതികൾ ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, ദി റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ദ സൂയിസൈഡ്, ദി എലിമെൻ്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ് എന്നിവയാണ്. എമിലി ഡെർഗിം സമൂഹശാസ്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്രശാഖയാക്കി വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സാമൂഹ്യശാസ്ത്രത്തെ തത്വചിന്തയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേഖലയായി സ്ഥാപിക്കാൻ എമിലി ഡെർഗിം പ്രത്യേകം പരിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കൈവരിച്ചിട്ടുള്ളത്. ഒന്ന്, വ്യക്തിയേക്കാൾ സമൂഹത്തിന് മുൻഗണന എന്ന ആശയവും സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയുമെന്ന ആശയവും ഏറെ എടുത്തു പറയേണ്ടതാണ്. എമിലി ഡെർഗിം സാമൂഹ്യശാസ്ത്ര ശാഖയെ ഒരു അക്കാദമിക് വിഷയമായി നിർവചിക്കുകയും അതിന് പ്രത്യേകം നിർവചനങ്ങൾ നൽകുകയും ചെയ്തു. സമൂഹശാസ്ത്രത്തെ തത്വചിന്ത, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങൾ എന്നിവയിൽ നിന്ന് അദ്ദേഹം വേർതിരിച്ചു. സമൂഹം അതിൻ്റേതായ ഒരു അസ്തിത്വം ഉണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. കൂട്ടായ അല്ലെങ്കിൽ സംഘജീവിതത്തിൻ്റെ പ്രത്യേകതകൾ സാമൂഹ്യശാസ്ത്രജ്ഞർ പഠിക്കണമെന്നും ഒരു സമൂഹശാസ്ത്രം സാമൂഹിക വസ്തുതകളെക്കുറിച്ചുള്ള പഠനമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ സാമൂഹിക വസ്തുതകൾ സംഘത്തിൻ്റെ സവിശേഷതകളാണ്. ആ കൂട്ടായ്മ കൂടാതെ അതിനെ പഠിക്കാനോ വ്യക്തികളുടെ പഠനത്തിൽ നിന്ന് ഉരുത്തിരിയാനോ കഴിയില്ല എന്ന അഭിപ്രായമാണ് എമിലി ഡെർഗിമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ബോധവും അഭിനേതാക്കളായ വ്യക്തികളെ നിർബന്ധിക്കുന്നതായി അദ്ദേഹം കരുതിയിരുന്നു. ഈ അർത്ഥത്തിൽ ഡെർഗിമിന് ഒരു ഘടനാപരമായ സമീപനമാണ് സമൂഹശാസ്ത്ര പഠനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സാമൂഹിക പ്രവർത്തനങ്ങളെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കാൻ സാമൂഹിക ഘടകങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ പരിഗണിക്കുന്നത് വ്യക്തികളാണെങ്കിലും അവർ പൂർണ്ണമായും വ്യക്തിഗത അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല, മറിച്ച് അവർക്ക് കടമകളുണ്ട്. പൊതുവെ അവ ഭാഗമായ ഘടകങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. സാമൂഹിക ശാസ്ത്രത്തിന് സ്വതന്ത്രമായ അടിത്തറ നൽകുകയും സാമൂഹിക തത്വശാസ്ത്രത്തിൽ നിന്ന് അതിനെ വേർതിരിച്ച് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു വിജ്ഞാന ശാഖയാക്കി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെർഗിം തൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. അവയ്ക്ക് ഓരോന്നിനും നിശ്ചിത ധർമ്മങ്ങളുമുണ്ട്. വിവിധങ്ങളായ സാമൂഹിക സ്ഥാപനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ധർമ്മങ്ങളെയും പറ്റിയുള്ള പഠനമാണ് സാമൂഹിക ശാസ്ത്രം. സമൂഹത്തിന് ഒരു ഘടന പ്രദാനം ചെയ്യുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. അവ തമ്മിലുള്ള ബന്ധങ്ങളുമാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമൂഹിക സ്ഥാപനങ്ങളുടെ തുടക്കവും വളർച്ചയും അവയുടെ ധർമ്മങ്ങളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സമൂഹത്തെക്കുറിച്ചുള്ള ധാരണ
ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന അഭിപ്രായമാണ് എമിലി ഡർഗീമിന് ഉണ്ടായിരുന്നത്. ഓരോ സാമൂഹിക സ്ഥാപനത്തെയും ഒരു സാമൂഹിക വസ്തുത എന്ന നിലയിലാണ് എമിലി ഡർഗീം സമീപിച്ചത്. സമൂഹമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുവായ വികാരങ്ങളും ചിന്തയും യോജിച്ച പ്രവർത്തനവും ഉണ്ടാകുമ്പോഴാണ് ഒരു സാമൂഹിക സ്ഥാപനം നിലവിൽ വരുന്നത്. പൊതുവായതോ കൂട്ടായതോ ആയ ചിന്ത ഉണ്ടാകുമ്പോൾ വ്യക്തിഗത ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യമില്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിബോധത്തിനും ഉപരിയായ സ്ഥാനമാണ് സാമൂഹിക ബോധത്തിന് ഉണ്ടാവുക എന്ന അഭിപ്രായമാണ് എമിലി ഡർഗീമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ സാമൂഹിക വസ്തുതകൾക്ക് ചില സവിശേഷതകൾ ഉണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അവ സമൂഹ മനസ്സിനെ സൂചിപ്പിക്കുന്നു. വ്യക്തികൾ ചേർന്നതാണ്, ധാരാളം വ്യക്തികളും സാമൂഹിക സംഘങ്ങളും ചേർന്നുകൊണ്ടാണ് സമൂഹം ഉണ്ടാകുന്നതെങ്കിലും സമൂഹത്തിന് പ്രഥമ സ്ഥാനവും വ്യക്തികൾക്ക് ദ്വിതീയ സ്ഥാനവുമാണ് എമിലി ഡർഗീം നൽകുന്നത്. സാമൂഹിക സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹ മനസ്സിന് വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന അഭിപ്രായവും എമിലി ഡർഗീമിന് ഉണ്ട്. സാമൂഹിക വസ്തുതകൾ ഉടലെടുക്കുന്നത് സമൂഹത്തിലാണ്. ഒരു വ്യക്തിക്ക് തനിച്ച് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവില്ല. എന്നാൽ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സാമൂഹിക നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക വസ്തുതകൾക്ക് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. സമൂഹത്തിൽ നിലവിലുള്ള നിയമങ്ങൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ, പെരുമാറ്റ രീതികൾ, ഭാഷ, ഈശ്വരവിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിച്ചു തുടങ്ങുന്നു. തൻ്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവന് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവും ആ വ്യക്തിക്കുണ്ടാകുന്നു. അതായത് സാമൂഹിക മര്യാദകൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ മറികടക്കുവാൻ കഴിയുന്നവയല്ല. നിയമവ്യവസ്ഥകളും സാമാന്യ മര്യാദകളും ഇതിന് നല്ല ഉദാഹരണമാണ്. സാമൂഹിക വസ്തുതകളെ സമീപിക്കേണ്ടത് മനഃശാസ്ത്രപരമായ തത്വശാസ്ത്രപരമായോ അല്ല, മറിച്ച് അവയുടെ ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് എന്ന നിലയിലാണ്. സാമൂഹിക വസ്തുതകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ വ്യക്തികളുടേതിൽ നിന്നും ഉയർന്ന ഒരു തലത്തിൽ നിലനിൽക്കുകയും വ്യക്തികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നു എന്നും എമിലി ഡർഗീം ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക വസ്തുതകളുമായി ബന്ധപ്പെടുത്തി ഡർഗീം ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായി. പ്രധാനമായും 2 തരത്തിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് ഉള്ളത്. അവയിലൊന്ന് സമൂഹത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുവാൻ സഹായിക്കുന്നവയാണ്. ഇവയെ നോർമൽ സോഷ്യൽ ഫാക്ട്സ് എന്ന് അദ്ദേഹം വിളിക്കുന്നു. സാമാന്യ മര്യാദകളെ അംഗീകരിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ പെരുമാറ്റ രീതികൾ ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഘടകമാകട്ടെ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് കോട്ടം ഉണ്ടാക്കുന്നവയാണ്. സാമൂഹിക മര്യാദകൾക്ക് വിരുദ്ധമായ രീതികൾ സമൂഹത്തിൽ അസന്തുലിതാവസ്ഥകൾക്ക് കാരണമായിത്തീരും. ഇവയെ പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സ് എന്നാണ് എമിലി ഡർഗീം വിളിക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾ, പെരുമാറ്റ രീതികൾ, വിശ്വാസങ്ങൾ മുതലായവ തികച്ചും വ്യക്തിപരമാണെന്ന് തോന്നാമെങ്കിലും അവ ഉടലെടുക്കുന്നത് സമൂഹത്തിൽ നിന്നായതിനാൽ അവയെല്ലാം തന്നെ സാമൂഹിക വസ്തുതകളാണ്. സാമൂഹിക വൽക്കരണത്തിൽ കൂടിയാണ് വ്യക്തി സാമൂഹിക വസ്തുതകൾ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമെന്നത് സാമൂഹിക വസ്തുതകളെക്കുറിച്ചുള്ള പഠനമാണ്. കാരണം സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. സാമൂഹിക ശാസ്ത്ര പഠനത്തിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ അഥവാ വസ്തുതകളുടെ ഉത്ഭവം, ചുമതലകൾ അഥവാ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും പഠനവിധേയമാക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എമിലി ഡർഗീം പങ്കുവയ്ക്കുന്നത്. സാമൂഹിക നിയന്ത്രണം നിയമപരിപാലനത്തിലൂടെ സാധ്യമാകുമ്പോൾ വ്യക്തികൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നു. നിയമങ്ങൾ മനുഷ്യനിർമ്മിതമാണെങ്കിലും സമൂഹത്തിന് മൊത്തം ബാധകമായതിനാൽ വ്യക്തികളുടെ തലത്തിൽ നിന്നു വേറിട്ടു നിൽക്കുന്നവയാണ്. അതുകൊണ്ട് സാമൂഹിക വസ്തുതകൾക്ക് വ്യക്തികളെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നിയമലംഘനം സാമൂഹിക
കുറ്റമായി കണക്കാക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള സാമൂഹിക വസ്തുതകളുണ്ടെന്ന് എമിലി ഡർക്ഹെയിം ചൂണ്ടിക്കാണിക്കുന്നു. മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സും നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ്. ഭൗതിക സാമൂഹിക വസ്തുതകളും ഭൗതികേതര സാമൂഹിക വസ്തുതകൾ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സാമൂഹിക വസ്തുതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമൂഹിക ഘടന, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവ ഭൗതിക വസ്തുതകളാണ്. നിയമങ്ങൾ, സാമ്പത്തിക ക്രമം, മതസ്ഥാപനങ്ങൾ, ഭരണകൂടം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഭൗതിക വസ്തുതകളെ പ്രതിനിധാനം ചെയ്യുന്നു. സമൂഹത്തിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളും പഠിക്കുന്നതിന് ഇവയെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. എന്നാൽ സാമൂഹിക ശാസ്ത്ര പഠനത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഭൗതികേതര സാമൂഹിക വസ്തുതകളാണെന്ന് എമിലി അഭിപ്രായപ്പെട്ടു. സാമാന്യ രീതികൾ അഥവാ നോംസ്, മൂല്യങ്ങൾ, സദാചാര തത്വങ്ങൾ എന്നിവയാണ് ഭൗതികേതര സാമൂഹിക വസ്തുതകൾ. ആധുനിക സമൂഹത്തിൽ ഒരു കുട്ടി മാത്രമുള്ള കുടുംബങ്ങളുടെ എണ്ണം, അണുകുടുംബങ്ങളുടെ എണ്ണം കൂടി വരുന്നത് ഒരു സാമൂഹിക ജീവിത രീതിയാണ്. ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അംഗീകാരമുള്ള പ്രവർത്തന രീതികളാണ് സാമൂഹിക സ്ഥാപനങ്ങളുടെ അടിത്തറ. ഇത്തരം സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ പ്രധാനമായും ചെയ്യുന്നത്. ഒരു സമൂഹം അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാമൂഹിക വസ്തുതകളുടെ വിശകലനത്തിലൂടെ സാധിക്കുന്നതാണ് എന്ന കാര്യവും എമിലി ഡർക്ഹെയിം പ്രത്യേകം എടുത്തു പറയുന്നു.